മച്ച വൈറ്റിംഗ് ആയിട്ടുള്ള വേട്ടയ്യൻ്റെ ട്രെയിലർ കണ്ട് നമുക്ക് തുടങ്ങാം. ഒക്ടോബർ 10 നമ്മുടെ വേട്ടയ്യൻ റിലീസാകുന്നത്. അതും ദസറ ടൈം. അതായത് എനിക്കൊന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു ഹോളിഡേ ടൈമിൽ നമ്മളുടെ ഓണം പോലെയാണ് അവിടുത്തെ തമിഴ്നാട്, ഈ ആന്ധ്ര, സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഒരു ദസറ ടൈം. ആക്ച്വലി അത് മാത്രമല്ല, ഒരു സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ദസറയുടെ ഒരു തീം ഉണ്ടല്ലോ, ഗുഡ് ഓവർ ഇവിൽ. ബേസിക്കലി ഇപ്പോൾ ട്രെയിലറിൽ കാണുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ട്. അതെ 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 അതെ. ഒരാൾ വരുന്നു, സി ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ എല്ലാവരും പറയുന്നത് ഒരേ ഒരു സൂപ്പർ സ്റ്റാർ, അത് രജനീകാന്താണ്. അത് അയാൾക്ക് മാത്രം കൊടുത്തേക്കുന്ന ഒരു പദവിയാണ്. ഓരോ രജനീകാന്ത് പടം വരുമ്പോഴും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞാൽ വന്നത് ആക്ച്വലി ഐശ്വര്യ രജനീകാന്തിൻ്റെ ലാൽ സലാം ആണെങ്കിലും അതൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോയ്ക്ക് അപ്പുറം ആക്ച്വലി ജയിലറിന് ശേഷമാണ് ഉള്ളൊരു പടം എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ കാണുന്നത്. ഫുൾ ലെങ്ത്തിലേക്ക് വരുമ്പോഴത്തേക്കും ജയിലറിന് ശേഷം സിനിമ എന്നുള്ള രീതിയിലായി മൊത്തം സൗത്ത് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു സ്റ്റാർ. അപ്പം അത് എനിക്ക് തോന്നുന്നു വിജയേക്കാളും അജിത്തിനേക്കാളും ഫാൻ ബേസിൽ സൂര്യയേക്കാളും ഒരുപാട് മുകളിലായിരിക്കും എപ്പോഴും രജനീകാന്ത് ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു സാധനം. അതായിരിക്കണം എന്നുള്ളതല്ല, പണ്ട് മുതലേ ആൾക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള പോലത്തെ ബേസിക്കലി പുള്ളിയുടെ സ്റ്റൈൽ, ആ ഒരു കരിസ്മ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഓഡിയൻസിനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് പുള്ളിയാണെങ്കിൽ ഒരു ആക്ടർക്ക് ആ ഒരു കരിസ്മ, ആ ഒരു സ്ക്രീൻ പ്രസൻസ് പല ആക്ടേഴ്സിന് മിസ്സിംഗ് ആണ്. രജനീകാന്തിനെ ആ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പുള്ളിയുടെ സ്റ്റൈലും ഇപ്പം നമ്മൾ ഒരുപാട് പടത്തിൽ പുള്ളിയുടെ പല മാനറിസംസും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ട് ഇത് പല റിവ്യൂവേഴ്സും പലരും പറഞ്ഞിട്ടുണ്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അത് ആളുകൾ കണ്ടിരിക്കാൻ എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഒരു ആളായിട്ട് ആ മൂവി കാണാന്നുണ്ടെങ്കിൽ എനിക്ക് രജനീകാന്തിന്റെ എല്ലാ പടം കണ്ടപ്പോൾ എപ്പോഴും തോന്നുന്ന കാര്യം റിപ്പീറ്റ് ആയിട്ട് ആളുടെ ഒരു സ്റ്റൈലാണ്. ഐ എം നോട്ട് റെഡി ടു വാച്ച് ദാറ്റ്. പേഴ്സണലി എനിക്ക് ആ സാധനം ഞാൻ കാണാൻ റെഡി അല്ല. ഐ മീൻ സെയിം, പക്ഷെ അറ്റ് ദ സെയിം ടൈം വേറൊരു ക്രൗഡിനെ നോക്കുമ്പോൾ ദേ ആർ റെഡി ടു വാച്ച് ക്രൗഡ് ആളുകള് രജനീകാന്തിന്റെ സ്റ്റൈലും ആ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചപ്പോൾ ജ്ഞാനവേൽ എന്ന് പറഞ്ഞ ഒരു JB പോലെ ഒരു ക്രിട്ടിക്കലി ഭയങ്കര അക്ലൈംഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇവിടെ വന്ന് രജനീകാന്ത് ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒരു മെസ്സേജും കൂടെ കൺവേ ചെയ്യാനായിട്ട് 100% ഉദ്ദേശിക്കുന്നുണ്ടാവും. ബേസിക്കലി അതിപ്പോൾ നമുക്ക് ട്രെയിലറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അതിന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറും രജനീകാന്തിന്റെ ക്യാരക്ടറും തമ്മിലൊരു ഐഡിയോളജിക്കലി ഉള്ളൊരു ഡിഫറൻസ്, അതിൻ്റെ ഒരു ഫേസ് ഓഫ് ആയിട്ടായിരിക്കണം സ്റ്റോറി വരുന്നത്. കാരണം ഇപ്പോൾ അവർ സംസാരിക്കുക ഇപ്പം എൻകൗണ്ടർ കില്ലിങ്ങിനെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇതിന് മുന്നിലുള്ള അതന്നെയാണ്. അപ്പം പ്രിവ്യൂവിൽ കണ്ടപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒരു ഇമ്പാക്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു പേഴ്സണലി. ട്രെയിലർ കുറെ റിവീൽഡ് ആണ്. ട്രെയിലർ ഓൾമോസ്റ്റ് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ്. റിവ്യൂ കാണുമ്പോൾ ഇറ്റ് വാസ് എ പവർ ഹൗസ്. ഓക്കെ, റിവ്യൂ കാണുമ്പോൾ അനിരുദ്ധിന്റെ മ്യൂസിക്കും ആ ഒരു BGM കൊണ്ട് ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. ഇതിലെന്താ ഇവൻ ദോ വി നോ ദാറ്റ് ഇതൊരു കൊമേഴ്ഷ്യൽ ത്രില്ലർ ആണെന്ന് നമുക്കറിയാം, എന്നിട്ടും അതെന്താ ഉണ്ട്. അല്ല, അത് എല്ലാ രജനീകാന്ത് പടത്തിനും ഉണ്ട്. നമ്മള് ഇപ്പൊ ഇതിനു മുമ്പ് ഒരുപാട് പേര് ഇപ്പൊ ജ്ഞാനവേൽ എന്ന് പറയുന്ന ഡയറക്ടറിനെ പോലെ തന്നെ ജ്ഞാനവേൽ ഒരു ഡയറക്ടർ ഒരു പടം എടുക്കുമ്പോൾ ആള് ഈ പറഞ്ഞല്ലോ JB ഒരു ക്രിട്ടിക്കൽ അക്ലൈംഡ് ആയിട്ട് പടം എടുത്തു. അത് അയാളുടെ പോർഷനിൽ തന്നെ അയാളുടെ സ്റ്റാൻഡേർഡ് ഇത് തന്നെ ചെയ്തു, സൂര്യ വെച്ച് ചെയ്തു. ഇല്ല, അതിന് മുന്നേ ആളൊരു പടം എടുത്തിട്ടുണ്ട്. ആക്ച്വലി ആളുടെ പടങ്ങള് ഒന്ന് ജഡ്ജ് ചെയ്യാന്നുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പ് പടങ്ങൾ, അറിയപ്പെടുന്ന 3 പടങ്ങൾ. ഇതിന് മുന്നേ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് അബൌട്ട് എ ഗായ് ഹൂസ് ഇൻ ലവ് ബട്ട് ഹീസ് ഫ്രം എ മിഡിൽ ക്ലാസ്. സെയിം പ്ലോട്ട് സെയിം ആവുന്നുണ്ട് ഏറെക്കുറെയൊക്കെ. ദ പീപ്പിൾ ഇൻ ദ മൂവി അത് സെയിം ആവുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് മൂന്ന് ടൈപ്പ് കഥകളാണ്. സോ ഹി ഓൾസോ ട്രൈങ് ന്യൂ തിങ്സ്, എക്സ്പെരിമെന്റ് ഒരു ഇതാണ്. പക്ഷെ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് പടം ചെയ്യുമ്പോൾ എപ്പോഴും ആ ഓഡിയൻസിനെ പ്രതിപ്പെടുത്തേണ്ടതായിട്ട് ഒരു ഡയറക്ടർക്ക് വരും. അപ്പം അതിന് വേണ്ട എലമെന്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം പണ്ടൊരിക്കൽ ലോകേഷ് കനകരാജ് ദളപതി വെച്ചിട്ട് പടം ചെയ്തപ്പോഴത്തേക്കും ആള് തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ദളപതി ഫാൻസിനുള്ളത് കുറെ എനിക്ക് കൊടുക്കേണ്ടി വരും.
ലൈക്ക് ഇപ്പം നമുക്ക് ജയിലർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫോർ എ രജനീകാന്ത് ഫാൻ മൂവിയാണ്. നത്തിങ്, അതിനകത്ത് വേറൊന്നുമില്ല. ആ ഫാൻ മൂവിക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾ തള്ളി കയറി. സെയിം തിങ് അബൌട്ട് ദിസ് മൂവി. പക്ഷെ ഞാൻ ഈ പടം കാണാൻ എന്തായാലും പോകും, കാരണം ഇതിലെല്ലാവരും കാസ്റ്റിംഗ് ഉണ്ട്. ജസ്റ്റ് ഫോർ ദാറ്റ്. എങ്ങനെയാണ് ഇതില് ഫഹദ് ഫാസിലിനെ എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഓൾറെഡി കാണുമ്പോൾ അറിയാം ആൾക്കൊരു ലോക്കി ക്യാരക്ടർ ആണ് ഉള്ളത് മനസ്സിലായി. പക്ഷെ ആളിനെ എങ്ങനെയാ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ആളെങ്ങനെ ആളുടെ സൈഡ് കാണിക്കുന്നുള്ളതും. പിന്നെ മറ്റേ ആളുടെ പേരെന്താ, കിഷോർ. റിയലി ലവ് ഹിസ് ആക്ടിങ്. അത് ഒട്ടുമിക്ക മൂവീസിലും ആ ഒരു പോലീസ് റോൾ അല്ലെങ്കിൽ ഒരു ടഫ് ക്യാരക്ടറാണ് ആളുള്ളത്. പക്ഷെ അതെങ്ങനെയാണ് കാണിക്കുന്നത്? പിന്നെ എനിക്ക് ഐ എം സോ ഷുവർ റാണയാണ് ഇതിൽ വില്ലൻ എന്നുള്ളത്. അറിയാം റാണയാണ് ഇതിന്റെ വില്ലൻ. ഒരു കോർപ്പറേറ്റത്തിൽ എന്തോ ഒരു ഇവള് നടന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൽ നമുക്ക് മറ്റേ സാബുമോൻ വരുന്നുണ്ട് മലയാളത്തിൽ നിന്ന്. ആക്ച്വലി റീസെന്റ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു പാൻ ഇന്ത്യൻ സ്ട്രക്ചർ. ഇപ്പം അമിതാഭ് ബച്ചൻ പോലൊരു ആക്ടറിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഓഫ്കോഴ്സ് നമ്മുടെ രജനീകാന്തിന്റെ പടം തമിഴ് ഇപ്പം നോ ഓഡിയൻസ്. മുംബൈയിൽ പോയാലും ഹിറ്റാവും, എവിടെ പോയാലും ഹിറ്റാവും. എങ്കിലും അമിതാഭ് ബച്ചൻ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റിനെ ഇവിടെ ഇതും പറയാം, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരും അതിനകത്ത് തന്നെ മലയാളത്തിൽ നിന്ന് ഇത്രയും 5 എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 5 ആർട്ടിസ്റ്റ്. അഭിരാമി ആണെങ്കിലും മഞ്ജു വാര്യർ. അതെ, മഞ്ജു വാര്യർ റീസെന്റ് ഇന്റർവ്യൂ പറഞ്ഞു മഞ്ജു വാര്യർ രജനീകാന്തിന്റെ വൈഫായിട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഞാൻ ചലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്തത് രജനീകാന്തിന്റെ വൈഫായിട്ട് അഭിനയിക്കുന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ലൈക്ക് അതുപോലെ മലയാളം ഇൻഡസ്ട്രിക്ക് തമിഴ് ഇൻഡസ്ട്രി ഒരു ഭീകരമായിട്ടൊരു ഇത് കൊടുക്കുന്നു, പ്രിഫറൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിന് പ്രിഫറൻസ് കൊടുക്കുന്ന വലിയൊരു കാര്യമാണ്. കാരണം തമിഴ്നാട്ടിലൊരു പടം ഇറങ്ങി, തമിഴ്നാട്ടിലൊന്നും പറയാൻ പറ്റില്ല, തമിഴത്തെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാല് അതിന്റെ പകുതി ഓഡിയൻസ് എടുക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലാണ്. കേരളത്തിൽ അങ്ങനെ ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഇതേപോലത്തെ ടെംപ്ലേറ്റിൽ ഒരു പടം നമ്മളിപ്പോ കേരളത്തിൽ വന്ന് ഹിറ്റ് ആവില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ തമിഴ് പടം കേരളത്തിൽ വന്ന് പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബേസിക് തിങ് അബൌട്ട് രജനീകാന്ത് മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഡിയൻസിന് എസ്കേപ്പിസ് ആണ് ആളുടെ മൂവീസ്. അതായത് തൻ്റെ ഡെയിലി ലൈഫിൽ നിന്നൊക്കെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പോയിരുന്ന് കാണാനും അവർക്ക് എന്താണോ അവരുടെ ജീവിതത്തിൽ ആവാൻ പറ്റാതെ പണ്ട് മുതലേ അവർക്ക് എന്താണോ ആവാൻ പറ്റാത്തത് അത് അവരുടെ സൂപ്പർ സ്റ്റാർ ചെയ്യുന്നു. അതിനെ കൈയടിച്ചിട്ട് ഇറങ്ങി വരിക, ബേസിക്കലി അത് പറയുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് നമുക്ക് ചുറ്റും. അതായത് ഇപ്പൊ ഞാൻ തിയേറ്ററിൽ പോകുന്നത് കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും മറക്കാൻ. അവിടെ പോയിട്ട് എന്റെ ലൈഫ് വീണ്ടും കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ആർപ്പടങ്ങളുടെ മൂവീസിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാര്യം അതാണ്. ഒബ്വിയസ്ലി ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ത്രില്ലർ. അതിന്റെ മെയിൻ അജണ്ട അതാണ്, ആൾക്കാർ വരിക, കാണാൻ, എൻജോയ് ചെയ്യാം. പിന്നെ ഇതിന്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ സെയിം ക്ലീഷേ സ്റ്റോറി ആണെന്ന് ഓൾറെഡി ഞാൻ വിചാരിച്ചു വെക്കുന്നുണ്ട്. മേ ബി ഇറ്റ് വിൽ ബി റോങ്. ഞാൻ പോയി കഴിഞ്ഞാൽ സിനിമ ഉണ്ട്. ഇപ്പൊ രജനീകാന്തിന്റെ ലാസ്റ്റ് ഞാൻ ലേറ്റസ്റ്റ് ലാൽസലാം പോലൊരു പടത്തിനകത്ത് ട്രെയിലർ കണ്ടപ്പോൾ ഇറ്റ്സ് ഓൾഡ് രജനീകാന്ത് മൂവി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ നിന്ന് വേട്ടയൻ എന്ന് പറഞ്ഞ സിനിമയെ എന്നെ സംബന്ധിച്ച് വേട്ടയൻ എന്നെ കാണിക്കില്ല. ലാൽസല ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ്. ലൈക്ക് അതിന് ഇതിലെ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിന്റെ മ്യൂസിക്. ജയിലറിന് ശേഷം ഹൗ ഹി വിൽ ട്രീറ്റ് എന്നുള്ളത്. ഇപ്പം ഈ ജയിലറിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് രജനീകാന്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് അനിരുദ്ധ് വരുന്നതിന് പിന്നെ ഫസ്റ്റ് കട്ട് ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു നോർമൽ മൂവിയായിട്ട് മാത്രമാണ് രജനീകാന്തിന് ആ പടം ഫീൽ ചെയ്തത്. പക്ഷെ ആഫ്റ്റർ അനിരുദ്ധ് കെയിം ആൻഡ് വാട്ട് ഹി ബിൽഡ് വാസ്, പുള്ളി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ചെയ്തൊരു ഭയങ്കര വേറൊരു ലോകത്തോട് കൊണ്ടെത്തിച്ചു. വേട്ടയൻ എന്ന് പറഞ്ഞ ഒരു പടം ഈ പറഞ്ഞതുപോലെ ഒരു നോർമൽ മൂവിയായിട്ട് വന്നു. ഈ അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും? ഇതൊരു അതാണ് സ്റ്റോറിന്റെ ആയിരിക്കില്ല ചിലപ്പോൾ കാസ്റ്റിംഗ് കാരണം ഇവരൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ അതിപ്പോ നമ്മളിപ്പോ ട്രെയിലർ അല്ലെങ്കിൽ പ്രിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മ്യൂസിക് വിഷ്വൽസിനെക്കാളും നമ്മള് ഇങ്ങനെ ഓക്കെ അനിരുദ്ധിന്റെ മ്യൂസിക് കാരണമാണ് ആ മൊത്തം പ്രിവ്യൂ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് വരുന്നത്. തീർച്ചയായിട്ടും ഏതായാലും ഇറ്റ്സ് വേട്ടയൻ നമുക്ക് എല്ലാവർക്കും
കാണാൻ പറ്റുന്ന. പിന്നെ അതിൽ ഒരുപാട് പ്രത്യേകത വേറെ ഉണ്ട്. അതായത് ഇപ്പം അമിതാഭ് ബച്ചൻ ആൻഡ് രജനികാന്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ 33 വർഷത്തിന് ശേഷം 91 ഹം എന്നൊരു ഹിന്ദി പടത്തിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 33 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇതിൽ വരും. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് പോളിൽ നിൽക്കുന്ന ആൾക്കാർ, ഒരേ സബ്ജക്റ്റിന്റെ അപ്പുറം എപ്പോഴും അത് ഇൻഡസ്ട്രിയില് ഫോർ എക്സാമ്പിൾ സൗത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷെ അതേ സൈഡ് നോർത്തിൽ പോകുമ്പോ രജനീകാന്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് ബച്ചൻ. മനസ്സിലായില്ലേ? ആ ഒരു ഇതും കൂടി ഇതില് വരുന്നുണ്ടല്ലോ. അതുണ്ട്. പിന്നെ ഇവരെ ഒരുമിച്ച് കാണാന്ന് പറയുന്നത് ഇവർ രണ്ട് ഫാൻസ് പുതിയ ഫാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയും കമലഹാസന്റെ കൂടെ ഫഹദ് ഫാസിൽ അഭിനയിച്ചു, വൻ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചു കഴിയുമ്പോ എനിക്ക് അന്ന് ആ BTS വെളി വന്നപ്പോ തന്നെ എന്തോ ഇതൊരു ഡിഫറെന്റ് ആയിട്ട് സാധനമാണല്ലോ എന്നുള്ള രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അത് എങ്ങനെയാണ് ഇത് ഹാപ്പൻ എന്നുള്ളത് ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആണ്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ട് അൻപുരുവിൻ്റെ ആക്ഷൻ, അതൊരു ആക്ഷൻ, പുള്ളിയുടെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി നമ്മൾ കണ്ടിട്ട് ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിലും ആർഡിയക്സ് എന്ന് പറഞ്ഞ സിനിമയെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഔട്ട് ചെയ്തത് അൻപുരുവിൻ്റെ ഒരു ആക്ഷൻ. അപ്പം പുള്ളിയുടെ ഒരു ആക്ഷൻ എങ്ങനെ വർക്കൗട്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയൊരു വേറൊരു കാര്യമുണ്ട്, ജയിലറിനെ പടം ശ്രദ്ധിച്ചാൽ അറിയാം. അതിനകത്ത് രജനീകാന്ത് കൃത്യമായിട്ട് ഒരു ആരും പോയി തല്ലുന്നില്ല. ഒരു വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അറിയാം. കട്ടൗട്ട് സീനിൽ മാറി പോകും. പക്ഷേ ഇതിനകത്ത് കൃത്യമായ ആക്ഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രായത്തിൽ 10-78 ഞാൻ ഓർത്തു ജയിലറിന് ശേഷം ഇനി ഒരു ആക്ഷൻ പടം പുള്ളിയെ പറ്റി കാണാൻ പറ്റുന്നില്ല. പക്ഷെ ട്രെയിലറിൽ തന്നെ ആക്ഷൻസ് നമ്മൾ കണ്ടു. അതെ ഈവൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ ഇതിലിപ്പോ ആക്ഷൻ സീൻസിൽ തന്നെ ചെറിയൊരു ക്ലിംസിൽ നമ്മൾ ഫഹദിന്റെ കണ്ടായിരുന്നു, അതുപോലെ ഋതിക സിംഗിന്റെയും കണ്ടു. നമ്മളിതിന്റെ ഭയങ്കര ഫീമെയിൽ സൈഡ് കുറച്ചുകൂടെ പറയാനുണ്ടെങ്കിൽ ഋതിക, അഭിരാമിയുടെ ആക്ഷൻ ഉണ്ട്, രോഹിണിയുണ്ട്. അഭിരാമിയുടെ പോലീസ് ഓഫീസർ ആയിട്ടാണ് ഒരു ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു ഈക്വൽ സൂപ്പർ സ്റ്റാർ കൂടെ വേണ്ട. എന്റെ തല എന്റെ ഫിഗർ മാത്രമല്ലാതെ എല്ലാവർക്കും ട്രെയിലറിൽ നമുക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പടത്തിലും അത് ഫീൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ പടം പോയി കാണുന്നത് യൂഷ്വലി ആളുടെ പടത്തിൽ എപ്പോഴും ആളുടെ തല കാണുന്ന ഫിഗർ. ജയിലറിനകത്ത് അതിനൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആള് സൊസൈറ്റിക്ക് എല്ലാം ചെയ്യുന്ന ഒരാള്, നല്ലതിന് വേണ്ടിട്ട് ഇതാക്കുന്നു, ഫാമിലി മാൻ, ഭയങ്കര ആ ഒരു ജയിലറിന്റെ പടം തുടങ്ങുമ്പോഴേ അങ്ങനെയാ പടം തുടങ്ങുന്നത്. ഒരു ഫാമിലി കണക്ഷൻ. സോ ഇവിടെ ഇതിലൊരു ഡയലോഗ് ഉണ്ട് ട്രെയിലറിൽ പറഞ്ഞ പച്ചാന്റെ അടുത്ത്, എന്നെ എവിടെ കൊണ്ടുപോയി പ്ലീസ് ചെയ്താലും ഞാൻ ചെയ്യേണ്ടത് രജനീകാന്തിന് ഒരു സൂപ്പർ പവർ റോളാണ് ആളുടേത് എന്നുള്ളത്. അത് കാണാൻ ഇഷ്ടമാണ് ആൾക്കാർ. ഒരിക്കലും രജനീകാന്തിന്റെ അടി കൊണ്ട് വീഴുക എന്നുള്ളത് ഫാൻസിനെ സംബന്ധിച്ച് കാര്യമല്ല. അങ്ങനെയുള്ള കാരണം കൊണ്ട് മാത്രം കഥകൾ മാറിയിട്ടുള്ള സംഭവം. എന്തായാലും പോയി കണ്ടു കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയണം. ഇറ്റ്സ് മച്ച് എ വെയിറ്റിംഗ് മൂവി. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഈ റീസെന്റ് ഇറങ്ങിയ തമിഴ് പടങ്ങളിലകത്ത് ഇത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആണ്. അത് അതിന്റെ കാസ്റ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിലും അതെ ക്രൂ കൊണ്ടാണെന്നുണ്ടെങ്കിലും. ടെക്നിക്കൽ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോ റിവ്യൂല് ആദ്യം വന്നത് അമിതാഭ് ബച്ചന്റെ തമിഴിലെ വേർഷനില് പ്രകാശ് രാജിന്റെ വോയിസ് ആയിരുന്നു. ഇപ്പൊ മാറ്റി യൂസ് ചെയ്തിട്ട് അമിതാഭ് ബച്ചൻ തമിഴിൽ സംസാരിക്കും. അത് നമ്മള് ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്തൊരു കാര്യം. അപ്പൊ ടെക്നോളജിക്കലി അതൊക്കെ യൂസ് ചെയ്തു. പിന്നെ പാട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റേ മനസ്സിലായവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൊണ്ടുവന്നു വോയിസ്, സിംഗറിന്റെ വോയിസ് കൊണ്ടുവരിക എന്നുള്ളത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവര് ബ്രില്യന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന പോർഷൻസ് വേണമെന്ന് വിചാരിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തു. പല പടങ്ങളിലും ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഫെയിൽ ആയി പോയിട്ടുണ്ട്. റീസെന്റ് നമുക്ക് അറിയാവുന്ന ഒരു സിനിമയിൽ തന്നെ ഫെയിൽ ആയി പോയിടത്ത് ഇവിടെ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ കേട്ട സൗണ്ട് വെച്ച് നമുക്ക് മനസ്സിലായി എങ്ങനെ പോയാലും മോറോർലെസ് അതൊരു രജനീകാന്തിന്റെ പടമായ കാരണം ഇന്ത്യ മൊത്തം പോയി കാണുന്നു.
ഇതാണ് അതിന്റെ എൻഡ് ഓഫ് ദ ടോപ്പ്. ഇപ്പൊ അതിനകത്തൊരു നോർത്ത് ഓഡിയൻസിന് അമിതാഭ് ബച്ചൻ നീ പറഞ്ഞ പോലെ ഒരു ഹൈപ്പർ സ്റ്റാർ ആണ്. അപ്പം രജനീകാന്തിനെയും അമിതാഭ് ബച്ചനെയും ഒരേ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഒരു വലിയ ആന്റിസിപ്പേറ്റിംഗ് മൊമെന്റ് ആണ്. അതെ, എങ്ങനെ അത് ക്രോസ് ഓവർ ചെയ്യുന്നു. കാര്യം രണ്ടുപേർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ അവിടെയും ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. വേറൊരു കാര്യം, എനിക്ക് ഈ പടത്തിൽ ഇത്രയും കാസ്റ്റിംഗ് കണ്ടപ്പോഴേ എനിക്ക് നമ്മുടെ പഴയ 2020 പടമാണോ ഇവിടുന്ന് ഒരാൾ വരുന്നു അപ്പുറത്തുനിന്ന് ഒരാൾ. ഇനി ചിലപ്പോൾ ഇതിൽ കുറെ ക്യാമിയോ ക്യാരക്ടേഴ്സ് വരാം. ചാൻസ് ഉണ്ടാവും. എനിക്ക് കമൽഹാസനൊക്കെ വന്നു പോകുമോ ക്യാമിയോ ഉണ്ടാവും. ഇപ്പൊ ഇതിൽ തന്നെ കുറെ കാസ്റ്റിംഗ് കാണിച്ചുകൊണ്ടാണ് അവർ ബാക്കി ആൾക്കാരെ കാണിക്കുന്നത്. ചിലപ്പോ ഇനി മൂവി കാണിക്കുമ്പോ ക്യാമിയോസ് വരും എന്നുള്ളത് നല്ല ഷുവർ ആയിട്ടുള്ള കാര്യം. അതും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ പോയി കാണാൻ. എനിക്ക് ഞാൻ രജനീകാന്ത് ഫാൻ അല്ല, എന്നാലും എനിക്ക് ഫസ്റ്റ് ദിവസം പോയിട്ട് പടം കാണും. എന്താണ് ഇതിലെന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി അത് അങ്ങനത്തെ ഒരു ആന്റിസിപ്പേഷൻ എവിടേക്കോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയായാലും ഇപ്പൊ കാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ അനിരുദ്ധ് മ്യൂസിക് എങ്ങനെ വർക്ക്ഔട്ട് ആവും. അത് തിയേറ്ററിലെ മ്യൂസിക് എന്ന് പറയുന്നത് എലിവേറ്റ് ഒരു സീനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഭയങ്കര വലിയൊരു ഉദാഹരണമാണ് അതിന്. ഏറ്റവും എന്തായാലും നമ്മള് പോയി കാണണം. ഒക്ടോബർ 10-ാം തീയതി ഒക്ടോബർ 10-ാം തീയതി നമുക്ക് ആഘോഷിച്ചു പോയി നമുക്ക് കാണാവുന്ന ഒരു പടമായിട്ട് മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.